الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا، عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار، يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട ചെറിയ കുട്ടികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകളും കൃപാകടാക്ഷങ്ങളും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിമാരായി ജീവിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഈ വർഷത്തെ പരിശുദ്ധ റമളാനിലെ അവസാന വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ ദിവസം ഞങ്ങളിതാ
ജുമുഅ എന്ന് പറയുന്ന ശ്രേഷ്ഠ ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുക. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ റമദാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം ഒരു പൊതു ഇലക്ഷനിലേക്ക് എടുത്തു ചാടുകയാണ്. പടച്ചവനെ, ആ ഇലക്ഷൻ ഞങ്ങളുടെ കൂടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് റഹ്മാനെ. പ്രത്യേകിച്ചും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ ഉമ്മത്തിനെ സ്നേഹിക്കുകയും അതുപോലെ എല്ലാ മതക്കാരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ശക്തമായ മതേതര ഗവൺമെന്റിനെ അള്ളാഹുവെ ഈ രാജ്യത്ത് കൊണ്ടുവരുവാൻ നീ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മതാധിപത്യ ഗവൺമെന്റിനെ നീ നിലംപരിശാക്കുകയും മതേതരത്വ ജനാധിപത്യ മുന്നണിക്ക് ശക്തി നൽകുകയും അവരുടെ കരങ്ങൾ ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തുള്ള സർവ്വ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഉന്നതമായ ഗവൺമെന്റ് ഭരണ സംവിധാനം ഈ രാജ്യത്തിന് നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീ ഗദ്ഗദത്തോടുകൂടി, വളരെ സങ്കടത്തോടുകൂടി പ്രസിദ്ധ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. അന്ന് അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ തന്നെ നിന്ന് അള്ളാന്റെ റസൂലിന് ഇറങ്ങുന്ന വഹീകളെല്ലാം പഠിച്ച് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസുകളൊക്കെ പഠിച്ച് ഉന്നതമായ ഒരു പാണ്ഡിത്യ ലെവലിലെത്തിയ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി. ഈ സ്ത്രീ കരയുന്ന മുഖഭാവവുമായിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നത്. എന്നിട്ട് പറഞ്ഞു, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു. എനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും മോചനമുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ് താങ്കളുടെ അടുത്ത് വന്നത്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹോദരി, എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്രമാത്രം സങ്കടപ്പെടാനും വിഷമിക്കാനും പറ്റി എന്ത് തെറ്റാണ്? അബൂ ഹുറൈറ, ഞാൻ ഒരു അഭിശപ്ത നിമിഷത്തിൽ വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ എനിക്കൊരു കുഞ്ഞുമുണ്ടായി. വ്യഭിചരിച്ചു കഴിഞ്ഞ് എനിക്കുണ്ടായ കുഞ്ഞ്, ആ കുഞ്ഞിനെയും ഞാൻ കൊന്നുകളഞ്ഞു. അങ്ങനെ 2 മഹാപാപം ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കതിൽ നിന്നും മോചനം കിട്ടുവാൻ, അള്ളാന്റെ അടുത്ത് രക്ഷ കിട്ടുവാൻ, തൗബ കിട്ടുവാൻ, മഗ്ഫിറത്ത് കിട്ടുവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പറഞ്ഞു, 2 വൻ പാപങ്ങളാണ് മഹദി ചെയ്തിരിക്കുന്നത്. 1 വ്യഭിചരിച്ചു, 2 അതിലുണ്ടായ കുഞ്ഞിനെ നിഷ്കരുണം വധിച്ചു കളഞ്ഞു. ഇത്രയും വലിയ മഹാപാപം ചെയ്തിട്ട് എങ്ങനെയാണ് അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടുക? ഇതങ്ങോട്ട് കേട്ടതോടുകൂടി ഈ സ്ത്രീ അങ്ങോട്ട് 2 കൈകളും കൊണ്ട് മുഖത്തടിച്ചു. അല്ലാഹുവേ, എനിക്ക് എന്തിനാണ് ഇത്രമാത്രം സൗന്ദര്യം നൽകിയത്? എന്തിനാണ് എനിക്ക് ഇത്രമാത്രം തൊലിവിളക്ക് നൽകിയത്? അതുകൊണ്ടാണല്ലോ ആണുങ്ങൾ എന്നിലേക്ക് ആകർഷിക്കുകയും ഞാൻ ഈ മഹാപാതകത്തിൽ വീണു പോകുകയും ചെയ്തത്. റബ്ബേ, എനിക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ലാത്ത അവസ്ഥയാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് മുഖത്തടിച്ച് ആ സ്ത്രീ പോയി. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഒരു സുബഹി നമസ്കാരം ജമാഅത്ത് കഴിഞ്ഞ ഉടനെ അള്ളാന്റെ റസൂൽ സഹാബികളെല്ലാം പോയിക്കഴിഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു, അബൂ ഹുറൈറ, നീ ഇങ്ങനൊരു ഫത്വ കൊടുത്തുവോ ഒരു സ്ത്രീക്ക്? ഇങ്ങനെ ഒരു ആവശ്യവുമായി വന്ന സ്ത്രീക്ക് അവർക്ക് തൗബയില്ല എന്ന രൂപത്തിൽ ഫത്വ കൊടുത്തുവോ? അള്ളാന്റെ റസൂലെ, അവർ ചെയ്ത മഹാപാതകം ഭയങ്കരമാണ്. അതെ, എനിക്കറിയാം. അവർ വ്യഭിചരിച്ചിട്ടുണ്ട്, അതിലുണ്ടായ കുഞ്ഞിനെ കൊന്നിട്ടുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. താങ്കൾ ഇങ്ങനെ അവർക്ക് തൗബയില്ല എന്ന് പറഞ്ഞു. അതേ അള്ളാന്റെ റസൂലെ,
അത്രയും വലിയ മഹാപാപം ചെയ്ത ഒരു സ്ത്രീയാണല്ലോ. അല്ല അബൂ ഹുറൈറ, നീ ഫുർഖാൻ സൂറത്ത് ഓതിയിട്ടുണ്ടോ? അൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാൻ. അതേ അള്ളാന്റെ റസൂലെ, ഞാൻ ഓതിയിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗം നിനക്കറിയാമോ? അതെ, എനിക്കറിയാം. ഇബാദുർ റഹ്മാൻ, അള്ളാന്റെ സച്ചരിതരായ ദാസന്മാരെ പറ്റി പഠിപ്പിക്കുന്ന ഭാഗമാണ് അതിന്റെ അവസാന ഭാഗം. അതിന്റെ അവസാന ഭാഗത്ത് 3 ആയത്തുകളുണ്ട്. അടുത്തടുത്ത് വരുന്ന 3 ആയത്തുകളുണ്ട്. ശ്രദ്ധിച്ചോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ ഓതിക്കൊടുത്തു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാന്റെ സച്ചരിതരായ ദാസന്മാർ, ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിനെ കൂടാതെ മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാകുന്നു. അവരുടെ ഒരു ക്വാളിറ്റി അതാണ്. പടച്ചവനു മാത്രമേ അവർ ഇബാദത്ത് കൊടുക്കുകയുള്ളൂ. പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ എല്ലാം റബ്ബിന്റെ മുന്നിൽ മാത്രം. അത്രയും വലിയ ക്വാളിറ്റി ഉള്ളവരാണ് ഇബാദുർ റഹ്മാൻ. രണ്ടാമത്തെ കാര്യം, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ന്യായമായ കാരണം കൂടാതെ ഒരാളെയും ഹനിച്ചു കളയാത്തവരാണവർ, കൊന്നു കളയാത്തവരാണവർ, കൊലപാതകം ചെയ്യാത്തവരാണവർ. രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റി അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, വലാ യസ്നൂൻ. അവർ വ്യഭിചരിക്കാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക യൽക അസാമാ. ഈ മഹാപാപങ്ങളെല്ലാം അവർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കുറ്റം അവർ വഹിക്കേണ്ടി വരും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇരട്ടിക്കിരട്ടി ശിക്ഷയായിരിക്കും ഇങ്ങനെയുള്ള പാപം ചെയ്യുന്നവർക്ക്. വയഖുലുദു ഫീഹി മുഹാനാ. ആ നരകത്തിൽ അവർ നിന്ദ്യരായി എന്നെന്നും കഴിച്ചുകൂട്ടേണ്ടി വരും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖുലുദു ഫീഹി മുഹാനാ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ അബൂ ഹുറൈറ? ഇത്രയും പറഞ്ഞത് കറക്റ്റ്. അതിനുശേഷമുള്ള ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂൽ ഓതി, ഇല്ലാ മൻ താബ്. തൗബ ചെയ്തവരൊഴികെ, പശ്ചാത്തപിച്ചവരൊഴികെ, വ ആമന. അതിനുശേഷം അള്ളാഹുവിൽ ശക്തമായി വിശ്വസിച്ചവരൊഴികെ, ഈമാൻ കൊണ്ടവരൊഴികെ, വ അമില അമലൻ സ്വാലിഹാ. അതിനുശേഷമുള്ള ശിഷ്ട ജീവിത കാലഘട്ടം എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. തൗബ ചെയ്ത് അള്ളാഹുവിൽ ശക്തമായി വിശ്വസിച്ച് ബാക്കിയുള്ള ജീവിത കാലഘട്ടം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവർക്ക് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു മാറ്റിമറിച്ച് നന്മയാക്കി കൊണ്ടുവരും. കാരണം അവർ മനസ്സിൽ നിന്നും ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഏകാന്തനായിരുന്ന് അള്ളാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തൗബ ചെയ്തവരാണ്. അങ്ങനെ ഈ തൗബ ചെയ്തവർക്ക് അവരുടെ തെറ്റുകളെ അള്ളാഹു ഹസനാത്തുകളാക്കി മാറ്റും, നന്മകളാക്കി മാറ്റും. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. വമൻ താബ. ആരെങ്കിലും തൗബ ചെയ്താൽ, വഅമില സ്വാലിഹൻ. അതിനുശേഷം സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്താൽ, ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ. അള്ളാഹുവിലേക്ക് അവൻ ശരിയായ നിലയിലാണ് മടങ്ങിയിരിക്കുന്നത്. അവന്റെ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഈ റമളാൻ മാസം തൗബ ചെയ്യാനുള്ള മാസമാണ്. റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനി ഒരു വെള്ളിയാഴ്ച റമളാനിൽ ഈ വർഷം ഇല്ല. ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. ബുധനാഴ്ചയോടുകൂടി പെരുന്നാൾ കടന്നു വരികയാണ്. അതിനു മുമ്പ് തൗബ ചെയ്യുക, എല്ലാം റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുക. എല്ലാ തെറ്റുകളും ഓർമ്മ വെച്ച കാലം മുതൽ സ്കൂളിൽ ദൃഢമായി സ്കൂളിലെത്തിയ ആ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും
അതുപോലെ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയും അല്ലെങ്കിൽ പിന്നെ കോളേജ് തലങ്ങളും ഒക്കെ എത്തിയ കാലഘട്ടത്തിൽ ധാരാളം തെറ്റ് ചെയ്തു പോയി കാണും മനുഷ്യൻ. വികാരവും വിചാരവും മജ്ജയും മാംസവും ഉള്ളവരാണ് മനുഷ്യർ. അത് അള്ളാഹുവിനറിയാം. യൂസുഫ് നബി പറഞ്ഞില്ലയോ, യൂസുഫ് നബി അലൈഹിസ്സലാം, ഉമാ 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 ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, എന്റെ ശരീരം തെറ്റിൽ നിന്നും മോചിതനാണ് എന്ന് ഞാൻ പറയുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം കൊടുത്ത് അനുഗ്രഹിച്ച പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അത് വലിയ പരീക്ഷണവുമായിരുന്നു ആ സൗന്ദര്യം. അദ്ദേഹം പറയുകയാണ്, എന്റെ ശരീരം നിരപരാധിയാണ്, തെറ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ശരീരമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യ മനസ്സ് തെറ്റ് ചെയ്യാൻ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ മനസ്സാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. തെറ്റിലേക്ക് വീണു പോകുന്ന ഒരു മനസ്സാണ്. അങ്ങനത്തെ വികാര വിചാരങ്ങളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നത്. അത് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് അള്ളാഹു സൂറത്ത് യൂസുഫിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്തുമുണ്ട്. അപ്പോൾ തെറ്റെല്ലാവരും ചെയ്തു പോകും. പ്രവാചകന്മാരല്ലാത്ത എല്ലാവരും വൻ പാപങ്ങളിലൊക്കെ ചെന്ന് വീണു പോകും. അതിനുള്ള മാർഗമാണ് എന്ത്? തൗബ, നിഷ്കളങ്കമായ പശ്ചാത്താപം. അള്ളാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ രൂപത്തിലുള്ള തൗബ ചെയ്തു മടങ്ങൂ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സങ്കടത്തോടുകൂടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒറ്റക്കിരുന്ന് കരഞ്ഞി പ്രാർത്ഥിച്ച് എല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങൂ. നിഷ്കളങ്കമായ തൗബ, ഒരു പാപവും മനസ്സിൽ ബാക്കി വെക്കാത്ത രൂപത്തിലുള്ള തൗബയായിരിക്കണം അത്. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അങ്ങനെ തൗബ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാം. ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങൾക്ക് പ്രവേശനം നൽകിയേക്കാം നിങ്ങളുടെ തൗബ മുഖേന. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹ്, നബിമാരെയും ആ നബിമാരിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും നിന്ദിക്കാത്ത ഒരു ദിവസത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് നൽകി തൗബ ചെയ്യുന്നവരെ ആദരിച്ചേക്കാം. നൂറുഹും, അവരുടെ ഈമാന്റെ പ്രകാശം, യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുൻഭാഗത്തിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും അവരുടെ ഈമാന്റെ പ്രകാശം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും, വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. യഖൂലൂന, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അതിമിം ലനാ നൂറനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാന്റെ പ്രകാശം പൂർത്തിയാക്കി തരണമേ. വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചവനെ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് സൂറത്തുൽ തഹ്രീമിലെ 8ാമത്തെ ആയത്തായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ തൗബയാണ് തെറ്റുകൾക്കുള്ള, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. അതിന് പറ്റിയ ദിനരാത്രങ്ങളാണ്. ലൈലത്തുൽ ഖദ്ർ രാത്രിയിലാണ് ആ തൗബ ചെയ്യുന്നതെങ്കിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മലക്കുകൾ വന്ന് ആമീൻ പറയും. നിസ്സാര കളിയാണോ കൂട്ടരെ? അത് അള്ളാഹ് പറഞ്ഞതല്ലേ, വേറെ ആരും പറഞ്ഞതല്ലല്ലോ. തനസ്സലുൽ മലായികത്തു വറൂഹ്, ആയിരക്കണക്കിന് 10,000-കണക്കിന് മലക്കുകൾ 7ാം ആകാശ ലോകത്തിൽ നിന്നും അള്ളാന്റെ സവിധത്തിൽ നിന്നും ഇറങ്ങി വരുന്ന രാത്രിയാണത്. വറൂഹു, മലക്കുകളുടെ നേതാവായ എല്ലാ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമയും വരുന്ന രാവാണത്. അങ്ങനെയുള്ള രാവിന് 25 ബാക്കിയുണ്ട്, 27 വാക്കുണ്ട്, 29 ബാക്കിയുണ്ട്, 25 ഇന്നല്ലയോ? ഇന്ന് വെള്ളിയാഴ്ച 25-ാം രാവ്, ഞായറാഴ്ച 27-ാം രാവ്, അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വരുന്ന ദിവസം 29-ാം രാവ്. 3 രാവുകൾ, ഒറ്റ രാവുകൾ ഇനിയും ബാക്കിയുണ്ട്. ഒന്ന് ഉറക്കമൊഴിച്ചു കൂടിയോ? ഞായറാഴ്ച ഉറക്കമൊഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പവുമില്ല, ഇനിയുള്ള 3 ദിവസം ലീവെങ്കിലും എടുത്തോ, എന്തായാലും കുഴപ്പമൊന്നുമില്ല, നഷ്ടം വരാൻ പോകുന്നില്ല. കാരണം ഒറ്റക്കിരുന്ന് കരഞ്ഞ് രാത്രിയുടെ അന്ത്യസമയത്ത് ഇരുന്ന് കരഞ്ഞ് ഓർത്തെടുത്ത് തെറ്റുകളെല്ലാം ഓർത്തെടുത്ത് അള്ളാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജന്നാത്തുൽ ഫിർദൗസ് നൽകാമെന്ന് പറഞ്ഞത് അള്ളയാണ്, വേറെ ആരുമല്ല. എത്ര വലിയ മഹാപാപം ചെയ്താലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ മഹാപാപം ചെയ്ത സ്ത്രീക്ക് തൗബയില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സുബഹിക്ക് വിളിച്ചിരുത്തി ഉപദേശം കൊടുത്ത ആളാണ് അള്ളാന്റെ റസൂൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബക്ക് 4 ഷർത്തുകളുണ്ട്, അത് പാലിക്കണം. 4 ഷർത്തുകൾ. ഒന്നാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന, നിബന്ധനകൾക്കാണ് ഷർത്ത് എന്ന് പറയുക. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഭയങ്കര സങ്കടം ഉണ്ടാകാം. ഒന്നാമത്തെ ഷർത്താണത്. തൗബയുടെ ഞാൻ അത് ചെയ്തു പോയല്ല പഠിച്ചത്. ആ വികാരം മുറ്റി നിന്ന സമയത്ത് ഒരു അന്യ സ്ത്രീയെ ഞാൻ പ്രാപിച്ചു പോയല്ലോ പഠിച്ചവന്, അതിനെ ഓർത്ത് നല്ല സങ്കടം ഉണ്ടാകാം. ഒന്നാമത്തെ ഷർത്താണ്. 2 അല്ലാ യർജിഅ ഇലാ ദംബിഹി അബദാ. തൗബ ചെയ്യാൻ പോകുന്ന കുറ്റത്തിലേക്ക് പിന്നീട് അത് മടങ്ങിപ്പോകാൻ പാടില്ല. രണ്ടാമത്തെ ഷർത്ത്. ഒരു തെറ്റ് വന്നുപോയി, ഓക്കെ, അള്ളാഹ് അംഗീകരിച്ചു, അതിനെ തൗബ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അതേ തെറ്റിലേക്ക് രണ്ടാമതും ആവർത്തിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഷർത്താണ്, നിബന്ധനയാണ്. മൂന്നാമത്തെ ഷർത്ത് തെറ്റ് മനസ്സിൽ നിന്നും പിഴുതെറിയണം. അങ്ങനെയുള്ള തെറ്റുകളെല്ലാം മനസ്സിൽ നിന്നും പിഴുത്, നമ്മളെ ആവശ്യമില്ലാത്ത ചെടികൾ പറിച്ചു കളയില്ലേ നമ്മുടെ മുറ്റത്തൊക്കെ, അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്നും തെറ്റിനെ പറിച്ചു മാറ്റണം. മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഷർത്താണ്. ഏതെങ്കിലും വ്യക്തിയോടാണ് തെറ്റ് ചെയ്തു പോയതെങ്കിൽ, കയർത്തു പോയത്, അല്ലെങ്കിൽ ഉമ്മയോട്, ഉപ്പയോട്, ഏറ്റവും അടുത്ത സഹോദരങ്ങളോട്, അയൽവാസിയോട് ഭയങ്കരമായി കയർത്ത് സംസാരിക്കുകയും തെറ്റി നിൽക്കുകയും ഇപ്പോൾ മാസങ്ങളായി മിണ്ടാ നിൽക്കുകയുമാണ് എങ്കിൽ, അല്ലെങ്കിൽ കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ അതിനൊരു ഷർത്തുണ്ട്. അതിൽ നിന്നും ആദ്യം മോചിതനാകണം. അയൽവാസിയായ സുഹൃത്തിനോടും മിണ്ടിയിട്ട് 3 വർഷമായി, അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് സലാം ചൊല്ലി 2 മുത്തമൊക്കെ കൊടുത്തിട്ട് വേണം തൗബക്കിരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാ തൗബ ചെയ്താൽ പഠിച്ചവനെ ഞാൻ അവനോട് മിണ്ടിയിട്ട് 3 വർഷമായി എന്ന് പറഞ്ഞ് ഇരുന്ന് കരഞ്ഞാൽ കാര്യമില്ല. അവനെ കണ്ടിട്ട് പോയി സലാം ചൊല്ലി ഒന്ന് കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചിട്ട് അന്ന് രാത്രി തൗബ ചെയ്യണം. ആ തൗബ അല്ലാഹ് സ്വീകരിക്കും. വ്യക്തികളുമായി തന്നെയുള്ള തെറ്റാണെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കണം. ഉമ്മയോട് പിണങ്ങി കയർത്ത് സംസാരിച്ചു, ആ ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിലും ഒരു മുത്തം കൊടുത്തും എനിക്ക് പൊറുക്കണം. അറിവില്ലാതെ കാലത്ത് അങ്ങനെ സംഭവിച്ചു പോലെ. ബാപ്പയോടും ഒക്കെ അങ്ങനെ കയർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തും ചെല്ലണം, അദ്ദേഹത്തോടും മാപ്പ് ചോദിക്കണം. എന്നിട്ട് വേണം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ. അത് 4ാമത്തെ ഷർത്ത. വ്യക്തികളോട് ചെയ്തു പോയ തെറ്റുകൾ വ്യക്തികളോട് പൊറുക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം വേണം അള്ളാഹുവിനോട് തൗബ ചെയ്യുവാൻ. ഈ 4 ഷർത്തുകൾ പാലിച്ച് ചെയ്യുന്ന തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കും. അവന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിച്ചിരിക്കും. തന്നെയുമല്ല, തൗബ ചെയ്യുമ്പോൾ 2 തുള്ളി കണ്ണുനീർ കണ്ണിൽ നിന്നും വരണം. അള്ളാഹു പറഞ്ഞു, ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. പ്രവാചകന്മാരായ പ്രവാചകന്മാർക്ക് അള്ളാഹു ആയത്തുകൾ ഓതി കൊടുക്കുമ്പോൾ ആ ആയത്തുകളുടെ ഗാംഭീര്യം കേട്ടിട്ട് അവർ കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴും. ഖറൂ സുജ്ജദൻ വബുകിയാ. കരഞ്ഞുകൊണ്ട് സുജൂദിലായി വീഴും അവർ. وَيَخِرُّونَ لِلْأَذْقَانِ يَبْكُونَ وَيَزِيدُهُمْ خُشُوعًا. അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുകയും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കരഞ്ഞിനോ? ഇപ്പൊ ഇത്ര 24 റമളാൻ കഴിഞ്ഞു, 25 എത്തി നിൽക്കുകയല്ലയോ? 24 പിടിച്ചല്ലോ. ഏതെങ്കിലും ഒരു രാത്രി ഒറ്റക്കിരുന്ന് റബ്ബിന്റെ നരകശിക്ഷയോർത്ത്, ഖബർ ശിക്ഷയോർത്ത്, വിചാരണയെ ഓർത്ത്, റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ ഓർത്ത്, സഖറാത്തുൽ മൗത്തിനെ ഓർത്ത്. ഏറ്റവും വലിയ വേദനകളിൽ ഒരു വേദനയാണ് സഖറാത്തുൽ മൗത്തിന്റെ വേദന. അതിനെ ഓർത്തൊന്ന് കരഞ്ഞോ സഹോദരങ്ങളെ? 2 തുള്ളി കണ്ണുനീർ വീഴ്ത്തിയോ? അല്ലാഹ് പറയുന്നില്ലേ, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് വിജ്ഞാനം നൽകപ്പെട്ടവർ, ഇദാ യുത്ലാ അലൈഹിം,
അവർക്ക് അള്ളാന്റെ ആയത്തുകൾ ഓതി കൊടുക്കപ്പെട്ടാൽ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, കരഞ്ഞുകൊണ്ടവർ മുഖം കുത്തി സുജൂദിലേക്ക് വീഴും. എത്ര നേരമൊക്കെ സുജൂദിൽ കിടക്കുന്നുണ്ടല്ലോ. ആ സുജൂദിന്റെ സ്ഥലങ്ങൾ കണ്ണുനീർ വീഴ്ത്തിയോ? സഹാബാക്കളുടെ നമസ്കാരത്തെ പറ്റി പഠിപ്പിച്ചപ്പോൾ എന്താ പഠിപ്പിച്ചത്? അസീസുൻ അസീസുൽ മിർജൽ. അവരുടെ നമസ്കാര സ്ഥലത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ചൂട് ഉള്ള തിളച്ച എണ്ണയിലേക്ക് കടുകും മുളകും വേപ്പിലയൊക്കെ എടുത്തിടുമ്പോൾ ഒരു പൊട്ടിപ്പൊരിയണ ശബ്ദം കേൾക്കാമല്ലോ. അതുപോലെയായിരുന്നു അവരുടെ നമസ്കാര വേദിയിലേക്ക് കടന്നു ചെന്നാൽ അനുഭവിക്കാൻ കഴിയുക. അള്ളാന്റെ മുന്നിൽ സുജൂദിൽ വീണ് കരയുകയാണ് സഹാബാക്കൾ. പഠിച്ചവനെ, ഞങ്ങളുടെ കാലത്ത് അള്ളാന്റെ റസൂൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് കരയുക. നമ്മൾക്കങ്ങനെ കഴിഞ്ഞു സഹോദരങ്ങളെ. 10-24 റമളാനായല്ലോ. ഇത്ര വയസ്സുകളിൽ ഇത്ര റമളാൻ കഴിഞ്ഞു പോയല്ലോ. ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താൻ നമുക്ക് കഴിഞ്ഞോ? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാനെ പേടിച്ച് കരയുന്ന മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. അവൻ നരകത്തിൽ പ്രവേശിക്കണമെങ്കിൽ കറന്നെടുത്ത മൃഗത്തിന്റെ പാല് അതിന്റെ അകട്ടിലേക്ക് സ്വമേധയാ തിരിച്ചു പോകണം. സംഭവ്യമായ കാര്യമാണോ? മുസ്തഹീലായ കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ്. കറന്നെടുത്ത പാൽ സ്വമേധയാ ഏതെങ്കിലും മൃഗത്തിന്റെ അകട്ടിലേക്ക് തിരിച്ചു പോകുമോ? അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ മനുഷ്യൻ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവൻ നരകത്തിൽ പോകണമെങ്കിൽ കറന്നെടുത്ത പാൽ സ്വമേധയാ മൃഗത്തിന്റെ അകട്ടിലേക്ക് തിരിച്ചു പോകണം. അള്ളാന്റെ ആർശിന്റെ തണൽ ലഭിക്കുന്ന ആൾക്കാരെ പറ്റി പഠിപ്പിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു, ഏകനായിരുന്ന് രാത്രിയുടെ അന്ത്യസമയത്ത് ഒളിവെടുത്ത് വന്നുകൊണ്ട് നമസ്കാരത്തിലിരുന്ന് സുജൂദിൽ ആകുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ, ഒറ്റക്കിരുന്ന് കരയുന്ന സ്ത്രീ, ഒരിക്കലും അവൻ നരകം പോകുകയില്ല. നാളെ വിചാരണ നാളിൽ കത്തിക്കാളുന്ന വെയിലിൽ അവനെ നിർത്തുമ്പോൾ അർശിന്റെ തണലിലേക്ക് അള്ളാഹു അവനെ മാറ്റി നിർത്തും. ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചതല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് തൗബയുടെ സമയം കഴിഞ്ഞിട്ടില്ല. റമളാനിൽ ഇനിയും ബാക്കിയുണ്ട്. എല്ലാം അള്ളാന്റെ മുന്നിൽ ഏറ്റുപറയുക. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ ആ ആയത്തിലേക്ക് വരിക. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയിൽ പോകൂ. അള്ളാഹ് പറയുന്നു, വേഗത്തിൽ പോകൂ. ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ. ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷനിൽ ഒരു ജ്യൂസ് കടത്ത് നടത്തിയിരുന്ന ഒരു സഹോദരനുണ്ട്. ഭയങ്കര ജ്യൂസ് കച്ചവടം. ഏറ്റവും കൂടുതൽ ജ്യൂസ് വിൽക്കുന്ന ഒരു കടയാണ് ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. ആ സഹോദരൻ ഒരു 48 വയസ്സേ ഉള്ളൂ. 3 ദിവസം മുമ്പ് പെടഞ്ഞു വീണ് മരിച്ചു. നല്ല സ്മാർട്ടായ ആളാണ്, നല്ല ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യവാനായിരുന്നു. ആ കടയിൽ കയറി ആ ആലപ്പുഴയിലുള്ള ആൾക്കാർ ജ്യൂസ് കുടിക്കാത്തവരാരും ഉണ്ടാകില്ല. അത്ര നല്ല ടേസ്റ്റിയാണ്. ആലപ്പുഴ ജംഗ്ഷനിൽ വെള്ളക്കിണർ ജംഗ്ഷനിൽ തന്നെ. ഇപ്പൊ ആ കട ഞാൻ ഇന്നലെ ആ വഴി കൂടെ പോയപ്പോൾ അടഞ്ഞു കിടക്കാം. 3 ദിവസം മുമ്പ് മരിച്ചു പോയെന്ന്. അദ്ദേഹം പെടഞ്ഞു വീണി റമളാൻ നോമ്പ് പിടിച്ചിരിക്കേ മരിച്ചു പോയെന്ന്. അപ്പൊ മരണം ആർക്ക് എപ്പോ വരുമെന്ന് അറിയാൻ പറ്റില്ല. ഉറപ്പാണ്. ഞാൻ ആരോഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാമെന്നല്ലാതെ എപ്പോഴാണ് സക്രാത്തുൽ മൗത്തിന്റെ ഹാല് കയറി വരിക എന്നറിയില്ല. അതിനു മുമ്പ് തൗബ ചെയ്യുക, തെറ്റുകളേറ്റു പറയുക അള്ളാന്റെ മുന്നിൽ. അതാണ് അള്ളാഹ് പറഞ്ഞ സാബിക്കു, പെട്ടെന്ന് പോകണം കേട്ടോ, മാറ്റിവെക്കല്ലേന്ന് അള്ളാഹ് പറയാ. ഖുർആനിലൂടെ പറയാ, പെട്ടെന്ന് വരണം, മാറ്റിവെക്കല്ലേ, നാളത്തേക്ക് മാറ്റിവെക്കല്ലേന്ന് അള്ളാഹ് പറയുന്നു. സാബിക്കു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അള്ളാന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയിൽ പോണം. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. പാപമോചനത്തിലേക്ക് വേഗത്തിൽ പോയാൽ എവിടത്തേക്ക്, എങ്ങോട്ട് വേഗത്തിൽ പോകാൻ പറ്റും? സ്വർഗത്തിലേക്ക് വേഗത്തിൽ പോകും. സ്വർഗത്തിന്റെ വിസ്തൃതി ആകാശഭൂമികളോളം ഉൾക്കൊള്ളുന്ന വിസ്തൃതിയാണ് സ്വർഗത്തിൻ്റെത്. അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ആ സ്വർഗം. ദാലിക ഫളലുല്ലാഹ്, അത് അല്ലാഹ് നൽകുന്ന ഔദാര്യമാണ്. ജന്നാത്തുൽ ഫിർദൗസ് വിശ്വാസികൾക്ക് അല്ലാഹ് നൽകുന്ന ഔദാര്യമാണ്. വേഗത്തിൽ പോവുക, സങ്കടം കരഞ്ഞ് റബ്ബിന് മുമ്പിൽ തൗബ ചെയ്യുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന പ്രസിദ്ധ സഹാബിയുടെ മുന്നിൽ റമളാൻ നോമ്പ് മുറിക്കാൻ നേരത്തെ അദ്ദേഹത്തിന്റെ സൗജത്ത് പൊരിച്ച ആടിന്റെ മാംസവും കുറുമക്കറിയും നൈസായ പത്തിരിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു, കാരക്കയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. ഇതങ്ങോട്ട് കണ്ട് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങി.
പടച്ചവനെ, ഞാൻ ചെയ്ത സൽക്കർമ്മത്തിന്റെ കൂലി ഈ ദുനിയാവിലേക്ക് നേരത്തെ എനിക്ക് തരികയാണോ പടച്ചവനെ? നേർത്ത നൈസായ പത്തിരി, പൊരിച്ച ആടിന്റെ മാംസം, കുറുമ, ആടിന്റെ കുറുമക്കറി, കുറെ വിഭവങ്ങൾ വേറെ, ഇതെല്ലാം മേശയിൽ ആ സുപ്രയിലേക്ക് അങ്ങോട്ട് പരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കരയാൻ തുടങ്ങി. പടച്ചവനെ, ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം പറയുക, അതിന്റെ മുന്നീട്ടുണ്ട്, ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ട സഹാബക്കളെ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് കഫം പുടവ, ആ മയ്യത്തിനെ പൊതിയാനുള്ള കഫം പുടവ കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഞങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവന്ന കഫം പുടവയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. തല മറഞ്ഞാൽ കാല് മറയാത്ത കഫം പുടവ, കാലിലേക്ക് വലിച്ചു വെച്ചാൽ തല മറയില്ല, അത്ര കൊച്ചു കൊച്ചു തുണികളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തല മറയട്ടെ, എന്നിട്ട് ബാക്കിയുള്ള മുട്ടിന്റെ താഴെയുള്ള ഭാഗം, ആ നീളമുള്ള ഇദ്ഹർ പുല്ലുണ്ടല്ലോ, യുദ്ധരണാങ്കണത്തിൽ കബറ് കുഴിച്ചു നിൽക്കുന്ന സഹാബികളോട് പറയുകയാണ്, ആ നീളമുള്ള ഇദ്ഹർ പുല്ല് ആ മലയുടെ താഴ്വാരത്തിൽ കണ്ടോ? അത് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സഹാബാക്കൾ പോയി അത് പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഈ മരണപ്പെട്ട ഷഹീദുകളായ സഹാബാക്കളുടെ കാലുകളിൽ വെച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ കഫം പുടവ ഇല്ലാതിരുന്ന ആ മയ്യത്തിന്, ആ ഷഹീദായ മയ്യത്തിന് കഫം പുടവക്ക് പകരം ഇദ്ഹർ പുല്ല് വലിച്ചു കെട്ടിയാണ് മറച്ചത്, കാല് മറച്ചത്, രണ്ട് കാലുകൾ. അങ്ങനെയാണ് ഖബറിലേക്ക് ഇറക്കിയത്. ഇതങ്ങോട്ട് ഓർത്തു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരുന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വെറും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചു, ആ ഈത്തപ്പഴവും കഴിച്ചു. എന്താ, നോമ്പ് തുറക്കാൻ നേരത്തുള്ള. എന്നിട്ട് പിന്നെ ഒന്നും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല. ഇതങ്ങോട്ട് മനസ്സിലേക്ക് വന്നിട്ട് വേറെ, കാരണം നേർക്ക് നേരെ കണ്ടതാണിത്. ഈ ഇദ്ഹർ പുല്ല് വെച്ച് കിട്ടുമ്പോൾ അദ്ദേഹം ഉണ്ട്. ആലോചിച്ചു സഹോദരങ്ങളെ, ഉഹുദ് രണാങ്കണത്തിലുണ്ടായ അവസ്ഥയാണ്. നമ്മൾക്കൊക്കെ വല്ല ന്യാമത്തിനും വല്ല കുറവുണ്ടോ? വല്ലതിനും കുറവുണ്ടോ? നമ്മളോട് അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിച്ച് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ വീണ് ഇബാദത്തിൽ ജീവിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകാം. നിങ്ങൾ ഒരു യുദ്ധത്തിനും പോകണ്ട, ഒരു രണാങ്കണത്തിലും പോകണ്ട, ഇബാദത്ത് ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലും നമുക്ക് കഴിയില്ല എങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസാന റമളാനിൽ നിങ്ങളോട് എനിക്ക് നൽകാനുള്ള വസിയത്ത്, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റമളാനുമായി ബന്ധപ്പെട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവരാണ് നമ്മൾ. ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും കേൾക്കുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സ്വാഅം മിൻ തംറിൻ ഔ സ്വാഅം മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വദ്ദകരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ വഅമറ ബിഹാ അൻ തുഅദ്ദിയ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള നിർബന്ധമാക്കിയിരിക്കുന്നു. ഫറള എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കി. സക്കാത്തുൽ ഫിത്ർ, ഫത്ർ സക്കാത്ത് നിർബന്ധമാക്കി. സ്വാഅൻ, ഒരു സ്വാഅൻ, ഒരു സ്വാഅൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 2 കിലോ 2.25 കിലോ അടുത്ത് വരും. 300-നും 200-നും ഇടക്കുള്ള ഒരു കിലോ. എങ്ങനെയാ? ഗ്രാം 2 കിലോ ഉറപ്പ്, പിന്നെ അതിന് ശേഷമുള്ള ഗ്രാമിന്റെ കാര്യം പറയുന്നത്. ഒരു 2.25 കിലോ കൂട്ടുക, അതാണ് ഒരാൾക്കുള്ള സക്കാത്ത്, ഒരാൾക്കുള്ള ഫിത്ർ സക്കാത്താണത്. സക്കാത്തുൽ ഫിത്രി സ്വാഅൻ എന്ന് കണക്കതാ. സ്വാഅ കൊടുക്കണം. തംറ്, കാരക്കയാണെങ്കിൽ ഒരു സ്വാഅ കൊടുക്കണം. ഔ സ്വാഅം മിൻ ശഈർ, ബാർലി ആണെങ്കിലും ഒരു സ്വാഅ കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? അലൽ അബ്ദി, അടിമകൾക്ക് കൊടുക്കണം. വൽ ഹുർരി, സ്വതന്ത്രന്മാർക്ക് കൊടുക്കണം. വദ്ദകരി, ആണുങ്ങൾക്ക് കൊടുക്കണം. വൽ ഉൻസ, പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. വസ്സഈർ, കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കണം. മാസപ്പിറവി കാണാൻ നേരത്ത് പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവനും കൊടുക്കണം, ആ കുഞ്ഞിനും കൊടുക്കണം. ഈദുൽ ഫിത്തറിന്റെ മാസപ്പിറവി ഉണ്ടല്ലോ, ആ മാസപ്പിറവിയുടെ സമയത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് വന്നു, ആ കുഞ്ഞിനും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. വൽ കബീരി, മുതിർന്നവർക്കും കൊടുക്കണം. മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും. വഅമറ ബിഹാ അൻ തുഅദ്ദിയ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്ത്, ഈദുൽ ഫിത്തർ നമസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുത്തു വിട്ടിരിക്കും. അത് കഴിഞ്ഞ് കൊടുക്കുന്നതെല്ലാം സ്വതക്കത്തൊന്നിന് സ്വതക്കാത്തായി പോകും, സക്കാത്താകില്ല. വെറും സ്വതക്കയുടെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പൊ ഈദുൽ ഫിത്തറിന് മുമ്പ് അത് കൊടുക്കുക. 25 രൂപ അല്ലെ, 120, സോറി, ഒരാൾക്ക് 125 രൂപ പ്രകാരം നമ്മുടെ പള്ളിയിൽ കളക്ട് ചെയ്യുന്നുണ്ട് ഫിത്ർ സക്കാത്ത്. 125 ഒരു കുടുംബത്തിലെ ഒരംഗത്തിൽ. അങ്ങനെ എത്ര അംഗങ്ങളുണ്ടോ അത് കണക്കാക്കി പള്ളിയിൽ ഏൽപ്പിച്ചാൽ കൃത്യമായി അതിന്റെ അരി മേടിച്ച് എത്തേണ്ടവർക്ക് എത്തിച്ചു കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരംഗത്തിന് 125 രൂപ പ്രകാരമാണ് മേടിക്കുന്നത്. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്ത്,
ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് മുമ്പ് അത് കൊടുത്താൽ ഫഹിയ സക്കാത്തുൻ മഖ്ബൂല, സ്വീകരിക്കപ്പെട്ട സക്കാത്താകും. വമൻ അദ്ദാഹ ബഅദ സ്വലാത്ത്, നമസ്കാരത്തിന് ശേഷം കൊടുത്താൽ ഫഹിയ സദഖത്തുൻ മിന സദഖാത്ത്, സ്വതക്കയിൽ പെട്ടുപോകും, സക്കാത്തിൽ പെടത്തില്ല അത്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കാനു യുഅ്തൂനഹ ഖബ്ലൽ ഫിത്രി ബി യൗമിൻ ഔ യൗമൈൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുക, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഫിത്ർ സക്കാത്ത് 2 ദിവസം മുമ്പൊക്കെ ശേഖരിച്ചാണ്, അല്ലെങ്കിൽ അത് നടക്കില്ല. പെരുന്നാൾ രാവിലെ അന്ന് ശേഖരിക്കാൻ നടന്നാൽ ഒരാൾക്കും നടക്കത്തില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഞങ്ങൾ 1, 2, 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ സഹാബാക്കളോടും അത് കളക്ട് ചെയ്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി വിതരണം ചെയ്യലായിരുന്നു ഞങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പള്ളിയിലും ആ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈദ് നമസ്കാരം ഇൻഷാ അല്ലാഹ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം സലാഹുദ്ദീൻ മദനി നേതൃത്വം നൽകുന്ന ഈദ് നമസ്കാരം കറക്റ്റ് 7 മണിക്കാണ് ഈദ്ഗാഹിൽ. പിന്നെ ഇവിടെ ഈ പള്ളിയിൽ നമസ്കാരമുണ്ട്, പക്ഷെ ആ ഖുതുബ ഉറുദുവിലായിരിക്കും. ബംഗാളി സഹോദരന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറുദു ഖുതുബ ഷമീം മൗലവി നടത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബംഗാളി സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്ന പള്ളികളിൽ ഒരു പള്ളിയാണിത്, മറ്റ് അതർ സംസ്ഥാനത്തിലുള്ള ആൾക്കാർ. അപ്പൊ അന്നത്തെ ഖുതുബ ഇൻഷാ അല്ലാഹ് ഉറുദുവിലായിരിക്കും, അല്ലെ ഹിന്ദിയിലായിരിക്കും ഖുതുബ. അപ്പൊ അത് ഇവിടുത്തെ ഈദ് നമസ്കാരം 7:30 മണിക്കാണ്. 7:30 ബജെ ബംഗാളികളുണ്ടല്ലോ ഇവിടെ, അപ്പൊ അവരൊക്കെ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. 7:30 ഈദ് നമാസ് 7:30 ബജെ ഇൻഷാ അല്ലാഹ് ഇമാം ഷമീം മൗലവി. ഓക്കെ, അപ്പൊ ഈദ് നമാസ് ശ്രദ്ധിക്കുക. ഇവിടെ 7:30 നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ 7 മണിക്കാണ് നടക്കുക. ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الاخرين واجعلني من ورثة جنة النعيم. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് വിജ്ഞാനം നൽകി അനുഗ്രഹിക്കണം. റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി, സച്ചരിതരായ മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ടു പോയാലും എത്ര വർഷം കഴിഞ്ഞാലും എന്റെ പേര് ജനങ്ങൾ ഓർത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം നാവുകൾ ഉണ്ടാകണം ദുനിയാവിൽ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം നാവുകൾ. വരുന്ന പിൽക്കാലക്കാരിൽ അങ്ങനെയുള്ള നാവുകൾ ഉണ്ടാക്കി തരണം എനിക്ക്. ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരു ഉമ്മത്തുണ്ടാകണം. എന്താ പ്രാർത്ഥന! നമ്മളൊക്കെ മരിച്ച് ഒരാഴ്ച, 1 മാസം കഴിഞ്ഞാൽ നമ്മൾ വിസ്മൃതിയിലാവും, അല്ലയോ? ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഓർത്താലോ, അത് കഴിഞ്ഞാൽ പിന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ അതങ്ങോട്ട് പോകും. ഈ പ്രാർത്ഥന എന്താണ്? പോകരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? അത് അല്ലാഹു പഠിപ്പിച്ചു. അത് ചെയ്താൽ ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ മനുഷ്യരുടെ മരണം കഴിഞ്ഞാലും അടുത്ത തലമുറയും പ്രാർത്ഥിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ നിൽക്കുന്ന മിമ്പറും ഈ 4 നില പള്ളി. ഇങ്ങനെ 6 പള്ളികൾ ഈ പട്ടണത്തിൽ, ഈ കൊച്ചിയിലും എറണാകുളത്തുമായി 6 പള്ളികൾ തീർത്ത ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ 6 പള്ളികളുള്ളത്. അതില് ഈ പള്ളികൾ, പുതിയ പള്ളി ഇപ്പോൾ വന്നിട്ട്, കൊച്ചിയിലെ പുതിയ പള്ളി വന്നിട്ട് 100-ലധികം വർഷമായി, അല്ലയോ? കൊച്ചിക്കാർക്ക് അറിയാം, 100-ലധികം വർഷമുള്ള പഴക്കമുള്ള പള്ളിയാണ് കൊച്ചിയിലെ പള്ളി. അബ്ദുള്ള ഹാജി ആദം സേട്ട്
അങ്ങനെ അത് നിർമ്മിച്ച ആളുടെ ആ സഹോദരന്റെ പേര് ഖബറിലാണ് എത്തി. എത്ര പ്രാർത്ഥനയാ കിട്ടണം എന്ന് ആലോചിച്ച്. എത്ര മനുഷ്യരാണ് അവിടെ വന്ന് സുജൂദ് ഓരോ പള്ളിയിലും. ഇതിൽ തന്നെ ഇപ്പൊ എത്ര മനുഷ്യരുണ്ടാവും ഈ പള്ളിയിൽ തന്നെ. ആൾക്കാർ ഈ പള്ളി നിർമ്മിച്ചിപ്പോ ഇത് തന്നെ 40-40 വർഷമായി ഈ പള്ളി തന്നെ. ഞാനിവിടെ 1995 മുതൽ 2000 വരെ 5 വർഷം നിരന്തരം ഖുതുബ പറഞ്ഞ പള്ളി തന്നെയാണിത്. പിന്നെയാണ് ഗവൺമെന്റ് ഈ പള്ളിയുടെ മെമ്പറിന് ഒരു അനുഗ്രഹമുണ്ട്. ഇവിടെ ഖുതുബ പറയുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടും. PSC എഴുതിയപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടിയ ആളാ ഞാൻ ഇവിടെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു പള്ളിയായത്. 5 വർഷം ഗവൺമെന്റ് ജോലി ഖുതുബ നടത്തിക്കഴിഞ്ഞ് ഗവൺമെന്റ് ജോലി പോയി. പിന്നെ 21 വർഷം ഗവൺമെന്റ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നും ഈ മെമ്പറിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അത്ര ശ്രേഷ്ഠതയുള്ളതാണ് ഈ പള്ളികൾ. ഈ പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തികൾക്കല്ലേ ഈ പ്രാർത്ഥന മുഴുവൻ ചെന്ന് വീഴുന്നത്. ഓരോരുത്തരും നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ നമുക്ക് ആ കൂലി നഷ്ടപ്പെടാതെ തന്നെ ഓരോരുത്തരും നമസ്കരിക്കുന്നതിന്റെ കൂലി ആ ഖബറിലേക്ക് അങ്ങോട്ട് ചെല്ലും. ഇത് നിർമ്മിച്ചയാളുടെ ഖബറിലേക്ക്. തീർന്നോ? ആ ഉപ്പമാർ മരിച്ചിട്ട് ഇപ്പോൾ അവരുടെ 3ാമത്തെ തലമുറ 2ഓ 3ഓ തലമുറയ്ക്ക് ശേഷമുള്ള ആൾക്കാരാണ് ഈ പള്ളി നോക്കി നടത്തുന്നത്. ആലോചിച്ച് നോക്കിയേ. ആ ട്രസ്റ്റാണ് 6 പള്ളികൾ. എറണാകുളത്തും കൊച്ചിയിലുമുള്ള 6 പള്ളികൾ. 5 പൈസ ആരോടും മേടിക്കാതെയാണ് അവർ ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലും വന്ന് ഞങ്ങൾ ഇതിന് AC മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവർ അത് വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഒന്നും അവർ ആവശ്യപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ ആവശ്യപ്പെടാറില്ല. അങ്ങനെ എത്രങ്ങാനും പ്രാർത്ഥനയാണ് കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതൊന്ന് ചിന്തിച്ചാൽ മതി. അതിനൊരു അവസരം നിങ്ങൾക്ക് ഞാൻ തരാം. ഈ കടവന്ത്ര പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ ഞങ്ങൾ വടുതലയിൽ സക്കാത്ത് കമ്മിറ്റി ഈ പള്ളിയുടെ സഹായത്തിൽ ഏറ്റവും വലിയ സഹായത്തിലാണ് 9.5 സെന്റ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. 9.5 സെന്റ്. അവിടെ 12 വീടുകളുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. വിധവകൾക്ക്, മിസ്കിന്മാർക്ക്, ഫക്കീറുമാർക്ക്, അതുപോലെ യതീമുകൾക്ക് എല്ലാവരെയും ഉദ്ദേശിച്ച് 12 വീടുകളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു നിലയിൽ 4 വീടുകൾ വീതം. അങ്ങനെ 3 വീടുകൾ വീതം 4 നിലയിൽ 12 വീട്. അതുപോലെ തന്നെ ഈ സ്ഥലം മേടിച്ച ആളുടെ ഒരു സ്ത്രീയാണ് കേട്ടോ. ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് മേടിച്ച. വളരെ കുറഞ്ഞ വിലക്ക തന്ന. അതിനോടൊപ്പം ആ സ്ത്രീ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭർത്താവ് ഈ ഫ്ലാറ്റ് വരുന്ന മുറക്ക് 5 സെന്റ് സ്ഥലം വഖഫ് ചെയ്ത അവിടെ പള്ളിയും മദ്രസയും കൂടെ കെട്ടണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടെ അത് ചെയ്തുകൂടെ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇനി അടുത്ത തലമുറയുണ്ടാകും ഉറപ്പായിട്ടും. കാരണം അവിടെ താമസിക്കുന്ന 12 കുടുംബം, അവിടെ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ആ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്രാഹിം നബിക്ക് ഇത് കിട്ടിയത് എന്തുകൊണ്ടാണ്? കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും കൂടെ പണിഞ്ഞു. ഇപ്പോഴും കഅബയിൽ പോയി തവാഫ് ചെയ്യുന്ന ഈ ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഒരു ഓഹരി ആർക്കാ കിട്ടുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമക്കും മകനും. ആ പ്രാർത്ഥന അള്ളാഹു ഫലിപ്പിച്ചു. എന്ത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പടച്ചവനെ ലിസാന സിദ്ഖുണ്ടാകണം വരുന്ന തലമുറയിൽ. അത് അള്ളാഹു നിലനിർത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലയോ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ? ബൈത്തുൻ നബി. എവിടുത്തെ? മദീനയിലെ പള്ളി. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി മരിച്ചാലും പ്രാർത്ഥന കിട്ടുന്ന കാര്യമാണ് പള്ളി, മദ്രസ, സാധുക്കൾക്കുള്ള വീട്, കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് കടവന്ത്രകയിലുള്ള എല്ലാവർക്കും ചേർന്ന് ഈ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കാം, ഈ പള്ളിയും ഉണ്ടാക്കാം. ഇന്നത്തെ കളക്ഷൻ മൊത്തം അതിനു വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് വിനിയോഗിക്കുന്നത്. നേരിട്ട് കളക്ഷൻ തരാവുന്നവർക്ക് ഞാൻ അതിന്റെ രസീതും QR കോഡും കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ സക്കാത്ത് കമ്മിറ്റിയിലേക്കാണ് ഇത് പോകണം. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ അല്ല പോകണം, സക്കാത്ത് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ സക്കാത്ത്, സ്വതക്ക, ജാരിയായ സ്വതക്ക, ഈ രംഗത്തുള്ള എല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾ തരിക. അതിനോടൊപ്പം ഈ ഫ്ലാറ്റ് തീരുന്നവരെ നിങ്ങൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് കൃത്യമായി സമയത്ത് തന്നെ ജുമാ തീരും കേട്ടോ. ഇത് ലാസ്റ്റ് റമദാൻ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തത്. അടുത്ത ആഴ്ച മുതൽ ശ്രദ്ധിക്കണം. വളരെ 1:10 തന്നെ ജുമാ തീർക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ജുമാ നീണ്ടു പോകത്തില്ല. അത് ശ്രദ്ധിച്ചോളാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനെ, ഈ വർഷത്തെ ഈ റമദാൻ മാസത്തെ അവസാന വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, ധാരാളം സ്വതക്കകൾ, സക്കാത്തുകൾ, ജാരിയായ സ്വതക്കകൾ എല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് പടച്ചവനെ.
ഇതെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ പള്ളിയും ഇതുപോലുള്ള മറ്റു പള്ളികളുമൊക്കെ നിർമ്മിക്കുന്ന സഹോദരങ്ങളുണ്ട്, അത് നോക്കി നടത്തുന്ന സഹോദരങ്ങളുണ്ട്, അതിന് ഖിദ്മത്ത് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, അവരുടെ പിൻതലമുറയുണ്ട്. അവർക്കൊക്കെ ഇതിനേക്കാൾ മനോഹരമായ ഭവനങ്ങൾ ജന്നാത്തുൽ ഫിർദൗസിൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, നിനക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ, മരണം വരെ നിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യുവാൻ, ഖിദ്മത്ത് ചെയ്യുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ മനസ്സുകളിൽ താല്പര്യം നൽകുകയും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവെ, സ്ഥിരമായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇവിടെ തന്നെ 400 പേർക്ക് ദിവസേന എന്നോണം ഇഫ്താർ നടത്തിയ ധാരാളം സഹോദരങ്ങളുണ്ട്. പടച്ചവനെ, ആയിരക്കണക്കിന് രൂപ മുടക്കി ഇഫ്താർ നടത്തിയവരുണ്ട്. അവർക്കൊക്കെ വമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, അയൽവാസികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി തരണമേ റഹ്മാൻ. കബറിടത്തിൽ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. നാളെ വിചാരണ നാളെ നിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം നൽകി, അർശിന്റെ തണൽ നൽകി, ജന്നാത്തുൽ ഫിർദൗസ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവെ, മനുഷ്യരെന്ന നിലയിൽ വികാരവും വിചാരവും വഞ്ചയും ഹംസവുമുള്ള മനുഷ്യരെന്ന നിലയിൽ ധാരാളം വീഴ്ചകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാ വീഴ്ചകളും നീ പുറത്ത് മാപ്പാക്കി തരയണമേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, നിനക്ക് വേണ്ടി നിന്റെ കഅബാലയത്തിൽ വന്ന്, നിന്റെ പ്രധാനപ്പെട്ട ഭവനത്തിൽ വന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ അത് ചെയ്യാൻ കഴിയാത്ത എല്ലാവർക്കും ഞങ്ങളിൽ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. പടച്ചവനെ, റബ്ബെ, എല്ലാവിധ പട്ടിണിയിൽ നിന്നും, കഷ്ടപ്പാടിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ നീ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. വമ്പിച്ച ചികിത്സാ ചെലവ് വരുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. പടച്ചവനെ റഹ്മാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സക്കറാത്തുൽ മൗത്തിന്റെ ഹാൽ അതിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള താങ്ങാൻ കഴിയാത്ത വേദനയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ റഹ്മാനെ. കബറിടത്തിലെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ റഹ്മാനെ. വിചാരണ നാളിൽ അർശിന്റെ തണൽ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. നിനക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, നിനക്ക് വേണ്ടി ഭവനം പണിയുന്ന എല്ലാവർക്കും മനോഹരമായ ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. ഞങ്ങൾ ഏറ്റെടുത്ത ആ ദൗത്യം, സക്കാത്തിന്റെ ആ ദൗത്യം, മനോഹരമായ 12 വീടുകൾ നിർമ്മിക്കുക എന്ന ദൗത്യം, അവിടെ ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ള ദൗത്യം, മദ്രസ നിർവഹിക്കുക എന്നുള്ള ദൗത്യം, അത് നീ എളുപ്പമാക്കി തരണമേ റഹ്മാനെ. അതിനു വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും വർദ്ധിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.